ഹരിപ്പാട് നഗരസഭാ ചെയർമാനായി UDF അംഗം KK രാമകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസിലെ ധാരണപ്രകാരം KM രാജു ചെയർമാൻ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. KK രാമകൃഷ്ണന് 14 വോട്ട് ലഭിച്ചു. LDF അംഗം S കൃഷ്ണകുമാറിന് 10 വോട്ടും BJPയിലെ PS നോബിൾ 5 വോട്ടും നേടി. വരണാധികാരി മുമ്പാകെ സത്യപ്രതിജ്ഞ ചൊല്ലി KK രാമകൃഷ്ണൻ ചുമതലയേറ്റു. ഹരിപ്പാട് നഗരസഭാ ചെയർമാനായി UDF അംഗം KK രാമകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസിലെ ധാരണ പ്രകാരമായിരുന്നു തെരഞ്ഞെടുപ്പ്. KM രാജു ചെയർമാൻ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. KK രാമകൃഷ്ണന് 14 വോട്ട് ലഭിച്ചു. LDF അംഗം S കൃഷ്ണകുമാറിന് 10 വോട്ടും ലഭിച്ചു. BJPയിലെ PS നോബിൾ നേടിയത് 5 വോട്ടാണ്. 29 അംഗ കൗൺസിലിലെ മുന്നണികളുടെ അംഗബലം അനുസരിച്ചുള്ള വോട്ടുകളാണ് 3 പേർക്കും ലഭിച്ചത്. വരണാധികാരി ഡയറി ഡെവലപ്മെന്റ് ഡെപ്യൂട്ടി ഡയറക്ടർ നിഷ V ഷെരീഫ് മുമ്പാകെ KK രാമകൃഷ്ണൻ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റു. ഹരിപ്പാട് മുനിസിപ്പൽ കൗൺസിലിലെ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട KK രാമകൃഷ്ണൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ. മുൻ ചെയർമാൻ KM രാജു, കൗൺസിലർ ശ്രീ വിവേക് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. നഗരസഭാ ചെയർമാനെ നഗരസഭാ സെക്രട്ടറി സ്വീകരിച്ചു. KK രാമകൃഷ്ണന്റെ മുത്തച്ഛൻ V രാമകൃഷ്ണ പണിക്കരും 1928 ഹരിപ്പാട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അധിപനായിരുന്നു. CDNet ന്യൂസ്, ഹരിപ്പാട്.